അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പേരാണ് കേരള ടേസ്റ്റ് വിത്ത് സൗമ്യ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ എല്ലാ പണിയും കഴിച്ചിട്ട് വെറുതെ ചിന്തിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് നമുക്ക് ചായക്കടി ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായില്ല അധികം. കാരണം ചേട്ടൻ വെളുപ്പിന് ജോലിക്ക് പോകണത് കൊണ്ടിട്ട് നമുക്ക് വലിയതായിട്ടൊന്നും ഉണ്ടാക്കാനില്ല. അപ്പോൾ പിന്നെ ഉപ്പുമാവൊക്കെ ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ചേട്ടനുണ്ടെങ്കിൽ ഉപ്പാവ് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടിട്ട് രാവിലെ, വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കൂട്ടും കേട്ടോ. രാവിലെ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ നേരത്തെ ജോലിക്ക് പോകുന്ന ദിവസം മാത്രം നമ്മൾ ഉപ്പാവ് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ എല്ലാ പണിയും കഴിച്ചിട്ട് തുടങ്ങാം എന്ന് കരുതി. അപ്പോൾ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടിട്ട് മഴയാകുമ്പോഴാണ് ഞങ്ങൾ ഈ കിടക്ക എടുത്തിടാറുള്ളൂ കേട്ടോ. കാരണം ഈ ചൂട് സമയത്ത് നമുക്ക് കിടക്കുമ്പോൾ പുറമൊക്കെ ഇങ്ങനെ ഭയങ്കര ചൂടാവും രാത്രി. അപ്പോൾ ഒന്നാമത്തെ ഈ വെയിൽ നേരിട്ടടിക്കണ കൊണ്ട് മുകളിൽ നിന്ന് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കിടക്കെടുത്ത് മാറ്റി വെച്ചിട്ട് വെറുതെ മരപ്പലകയിൽ ആ കട്ടിലുമ്മ തന്നെ കിടക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ കൊച്ചിനും അങ്ങനെയൊക്കെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മഴയൊക്കെ തുടങ്ങിയപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു തണുപ്പുള്ളത് കൊണ്ടിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ കിടക്കെടുത്തിട്ടേക്കാം എന്ന് കരുതി. പിന്നെ ഒന്നാമത്തെ പേടിയുമായിരുന്നു കേട്ടോ കിടക്കയൊക്കെ ഇടാനായിട്ട്. എനിക്ക് പറഞ്ഞിട്ട് ചൂട് സമയത്ത് ഈ പാമ്പുകളൊക്കെ വലിഞ്ഞേറി നടക്കണത് കൊണ്ടിട്ട് ആ ഒരു പേടിയുള്ളത് കൊണ്ടിട്ട് ഇടാനും എനിക്ക് പേടിയാണ്. കാരണം ഈ കിടക്കയൊക്കെ നല്ല ചൂടായത് കൊണ്ടിട്ട് വല്ലതുമൊക്കെ വന്നിരുന്നാലാന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. ഞാനതുകൊണ്ട് ഇടക്കിടക്ക് മറിച്ചും തിരിച്ചൊക്കെ നോക്കും. കിടക്കണതിന് മുമ്പ് ഈ പറഞ്ഞിട്ട് മുറി നിറച്ചും അങ്ങാടും ഇങ്ങാടും എല്ലാത്തിൻ്റെ താഴെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് കിടക്കാറ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിന് പപ്പടമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ പഴവും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ചക്ക വറുത്തതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ ചക്ക സീസൺ ആയി കഴിഞ്ഞ് ഇവിടെ ചേട്ടൻ മിക്കപ്പോഴും ചക്ക വറുത്തത് മേടിക്കും കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വേറെ ഈ വറുത്തതിനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം ചക്ക വറുത്തതാണ്. പിന്നെ ചക്ക കിട്ടിയാൽ ഇവിടെ വറക്കാനായിട്ട് ഈ പറഞ്ഞിട്ട് ഇപ്പോൾ ഗ്യാസിനൊക്കെ ക്ഷാമമായത് കൊണ്ടിട്ട് ഞാൻ വലിയ മെനക്കേടായിട്ട് പണി ചെയ്യാറില്ല. കാരണം ഗ്യാസ് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ശരിയാവില്ല. എപ്പോഴാണ് കിട്ടായിക വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഇന്ന് ഇന്നൊന്നല്ല മാറിപ്പോയി, നമ്മളിങ്ങനെ വളരെ കുറച്ച് ഗ്യാസ് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് എന്താണ് ബീറ്റ്റൂട്ട് തോരൻ പോലെ വെച്ചിട്ട് ഞാൻ തേങ്ങയൊക്കെ ഇട്ട് വെച്ച്, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പതിവ് പണി എന്ന് പറഞ്ഞാൽ ഈ പാലും കഞ്ഞിയൊക്കെ ആയിട്ട് നമുക്ക് കുറേ പണി തരും. കാരണം നോക്കി നിൽക്കുമ്പോൾ ഞാൻ തിളക്കൂലാടി എന്നും പറഞ്ഞാണ് ഈ നിൽക്കണത്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ മറ്റോ എടുക്കാനായിട്ട് അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും അങ്ങാട് പറഞ്ഞോട്ട് നമ്മുടെ അടപ്പൊക്കെ ചീത്താക്കി കളയും, ഒക്കെ തിളച്ച് മറിഞ്ഞു പോകും. അപ്പം അങ്ങനെ പോയതാണ് ഇന്ന് പാലട്ട. ഞാൻ അത്രയും നേരം ഞാൻ അവിടെ നോക്കിയിരുന്നതാണ്. അപ്പോൾ തിള എന്നെ ലക്ഷണമൊന്നുമില്ല. അപ്പം ഞാൻ കരുതി എന്നാൽ ആ പാത്രം ഇരിക്കുന്നത് 2 ഉണ്ടായിരുന്നു, അത് കഴുകി അങ്ങോട്ട് എടുക്കാമെന്ന് വെച്ച് അത് കഴുകി തിരികെ എല്ലൊക്കെ കൂട്ടി അങ്ങോട്ട് കവിഞ്ഞു പോയിട്ട് പിന്നെ അത് അതിൻ്റെ അടിയിൽ കിടക്കുന്നു. അപ്പം ഞാൻ കരുതി എന്നാൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാം എന്തായാലും. പിന്നെ എണ്ണയും കറയൊക്കെ, അതായത് കറയൊക്കെ വീഴുമല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തുടക്കാമെന്ന് കരുതി. അപ്പോൾ ഈ എണ്ണ ഇങ്ങനെ വീഴണേ കൊണ്ടിട്ടേ സോപ്പ് ഇട്ടില്ലെങ്കിൽ ഈ സംഭവം ഒരുമാതിരി മെഴുമെഴാന്നിരിക്കണേ കൊണ്ടിട്ട് ഞാൻ വിചാരിച്ച് സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകും. കാരണം ഈ സോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മറ്റേ തലോണി തലയിണ പോലത്തൊരു പാത്രം തേക്കണ സ്ക്രബ്ബർ ഉണ്ടല്ലോ. അപ്പോൾ അത് നേരത്തേക്ക് ഇരിപ്പുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു വശം വിട്ടൊക്കെ ഇരിക്കുമ്പോൾ പേഴ്സ് പോലെയാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അലക്കിയിട്ട് ബാക്കി വരുന്ന ഒരു സോപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ഡോക്ടർ വാഷോ അങ്ങനെ എന്തെങ്കിലും സോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഞാൻ ഈ കഷ്ണമായതെടുത്ത് വെച്ചേക്കും. എന്നിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ തിരികിയിട്ട് തേക്കേണ്ട ചെയ്യണേ. അപ്പോൾ ആ പതയും കിട്ടും, നമുക്ക് പുറമേ അതാവുകയുമില്ല, അതിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പതഞ്ഞോളും.
അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സിങ്ക് അതൊക്കെ കഴുകാനൊക്കെ ആയിട്ട് അങ്ങനെയാണ് കേട്ടോ സോപ്പ് സ്ക്രബ്ബറിൻ്റെ അകത്ത് സോപ്പ് വെച്ചെടുക്കണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ട് കഴുകി വെച്ച് എന്നിട്ട് വേണം വല്ലയിടത്തും പോയി ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കാൻ. അതാണ് എൻ്റെ ഒരു ഭാവി കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. ഇതൊക്കെ തന്നെയാണ് ഡെയിലി ചിന്തിച്ച് ഉള്ള മുടി മുഴുവനും കൊഴിഞ്ഞു പോവുകയാണ് കേട്ടോ. നരക്കുകയും ചെയ്ത്. ഈ ചിന്ത കൂടുന്നവർക്ക് മുടി നരക്കും എന്ന് പറയുന്നത് വളരെ ഒരു അല്ലേ, അതൊരു സത്യമായ കാര്യമാണ്. അപ്പം അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വൈകുന്നേരത്തെ കാര്യങ്ങളാണ്. ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ മഴക്കാരും കാര്യങ്ങളൊക്കെ വന്ന് പോകുന്നുണ്ട്, എന്നാലും ഡീറ്റെയിൽഡായിട്ട് അങ്ങോട്ട് മഴയൊന്നും ഇവിടെ പെയ്തിട്ടില്ല കേട്ടോ നമുക്ക്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ. പിന്നെ അത് വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്ക് കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വെട്ടിയ മീനായത് കൊണ്ടിട്ട് നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് ഇനി മഴയൊക്കെ വന്നാലാന്ന് വിചാരിച്ച് ഇപ്പോൾ ഇടയ്ക്ക് നമുക്ക് വെട്ടിയ മീനൊക്കെയാണ് മേടിക്കണത്. പിന്നെ ഈ മഴ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ പള്ളത്തി അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് മേടിക്കാറുണ്ട്, കാരണം ആ സമയത്ത് മഴയത്ത് കിട്ടുന്ന പള്ളത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴൊക്കെ ഇടയ്ക്ക് ചെറിയ മീനുകളൊക്കെ വാങ്ങിക്കും. ഇതെന്ത് മീനാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിങ്ങനെ തൊലിയൊക്കെ പൊളിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഞാനായിട്ട് ഇതിനെ വീണ്ടും കഷ്ണമാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ രാത്രി എടുത്താലും നാളെ ഉച്ചക്കലത്തേക്ക് അച്ഛനും അമ്മക്കൊക്കെ വേണമല്ലോ. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് മീൻ, എനിക്ക് പിന്നെ മീനിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ മീൻ ഉച്ചയ്ക്ക് കഴിക്കലില്ല. വൈകുന്നേരം എനിക്ക് കഴിക്കണമെന്ന് അതൊരു നിർബന്ധമുണ്ട്, പക്ഷേ ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കണമെന്നില്ല കേട്ടോ. അപ്പം ഞാൻ കരുതി അപ്പോൾ അവർക്കുള്ളത് ഉച്ചക്കലത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുത്ത് വെക്കുമല്ലോ. അപ്പം അങ്ങനെ വെക്കാനായിട്ട് കുറച്ച് ഞാനപ്പോൾ അതിനെ വീണ്ടും ഒന്ന് കഷ്ണിച്ച് ചെറുതാക്കി വെച്ച്, അല്ലെങ്കിൽ പിന്നെ വെച്ച് കഴിയുമ്പോൾ രാത്രിത്തേക്ക് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, തികയത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ചെറുതാക്കി വെക്കും. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഇതേമാതിരി കരിമീനും ഞാൻ ഇതേമാതിരി ചെറുതാക്കി വെച്ചിട്ടാണ്. കാരണം ഒരു 4 എണ്ണമൊട്ടേ ഉണ്ടായുള്ളൂ, നല്ല വലിയ കരിമീനായിരുന്നു. അപ്പം ഞാൻ വിധി അങ്ങനെ വെക്കുമ്പോൾ ഈ കഷ്ണിച്ച് ചെറുതാക്കി വെക്കുകയാണെങ്കിൽ ഇത്തിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് നല്ല കൊട്ടൻപുള്ളിയൊക്കെ ഇട്ടങ്ങോട്ട് എടുത്ത് കഴിഞ്ഞ് നല്ല ടേസ്റ്റല്ല കരിമീൻ. അപ്പം ഞാനങ്ങനെ ചെറിയ കഷ്ണമാക്കിയാണ് വെച്ചത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷേ ഇങ്ങനെ ചെറുതായിട്ടാണെങ്കിൽ പോലും ഇവിടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതങ്ങനെ ആ കാര്യം കഴിഞ്ഞു. ഇനി ഇത് കഴുകി വെക്കും. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു സൈസ് ചുമന്ന കളറിലെ മീനാണെന്ന് തോന്നാണ്ട്. ഈ തൊലിയൊക്കെ കളഞ്ഞെടുക്കണ ഒരു ചുമന്ന കളറിൽ, അതിന് ചെമ്പല്ലി എന്നാണ്, എന്തെന്നാണെന്ന് എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ പേര്. എന്തായാലും ഇത് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. ഞാൻ വറുത്തൊന്നുമില്ല, വറക്കാനുള്ളതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടിട്ട് അതൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മുടെ കറി രാത്രിയിലേക്കുള്ളത് ഇതാണ്. ചോറ്, അതിൻ്റെ ഒപ്പം നമ്മുടെ ഈ മീൻ കറി, അതിൻ്റെ ഒപ്പം ഇത്തിരി ബീറ്റ്റൂട്ട് ഉച്ചക്കലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ രാത്രി ഞാൻ മാത്രം കൂട്ടും, വേറെ ആരും കൂട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് പച്ചക്കറി എന്തെങ്കിലും മീനിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ കേട്ടോ.